ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെയടിച്ചുയർന്നിടുമ്പോൾ മറച്ചു കൊള്ളേണമേ നിൻ ചിറകിൻ കീഴനുദിനം വഹിച്ചു കൊള്ളുമല്ലോ നിൻ തിരുകരത്താൽ. മറച്ചു കൊള്ളേണമേ നിൻ ചിറകിൻ കീഴനുദിനം വഹിച്ചു കൊള്ളുമല്ലോ നിൻ തിരുകരത്താൽ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. 7-ാമത്തെ മാസത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു, നന്നായി ഉറങ്ങി ഉണർന്നു. എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചാർന്നിരിപ്പാനും സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ വിദ്യാഭ്യാസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുകയാണ്. ദാനമായി തന്നിരിക്കുന്ന കൊച്ചു മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളായിരിക്കുന്ന ദേശത്തിനായി സ്തോത്രം ചെയ്യുക. ഞങ്ങളായിരിക്കുന്ന ഭവനത്തിനായിട്ട് നന്ദി പറയുക. ഞങ്ങൾക്കുള്ള സകലത്തെയും കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാവിലെ സമയം ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, ദൈവകൃപയെല്ലാം അവിടുത്തെ പക്കല ഞങ്ങൾക്ക് ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരികയാണ്. നാഥാ, ഇന്നുവരെ ഞങ്ങളെ കരം പിടിച്ച് നടത്തിയത് അവിടുന്ന്. ഞങ്ങളെ മറക്കാത്ത ദൈവം, തള്ളിക്കളയാത്ത ദൈവം, ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവം, ഞങ്ങൾക്ക് ഇന്നുമുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കട്ടെ. ഞങ്ങളുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഉപജീവന മാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നവർക്ക് തലചായ്പാൻ ഭവനമൊരുക്കണമേ. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ജപ്തിയുടെ വക്കിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ അപ്പൻ്റെ പൊന്നുകരം അവിടെ നീട്ടണമേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം അവിടെ ചെയ്യുമാറാകണമേ. വസ്തു വിറ്റിട്ട് കടം തീർക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടപ്പാ. അവരെ നിന്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ അൻപാർന്ന കരമൊന്ന് ചാർത്ത് പിടിക്കണമേ. നിന്റെ ഹിതത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയപ്പാ. അവിടുന്ന് ഒരു അത്ഭുതം ചെയ്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളോട് മനസ്സലിവ് കാണിക്കണമേ കർത്താവേ. അവർക്കുള്ളതൊന്നും കടക്കാർ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അതിന് പ്ലാനും പദ്ധതിയും ഇട്ടുകൊണ്ട് ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണ ലഭിക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ട് കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സലിയണം, കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, കുടുംബജീവിതത്തിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നല്ല തലമുറ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട്. തമ്പുരാൻ്റെ പൊന്നുകരം അവിടെ നിന്ന് നീട്ടണമേ. സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ.
പ്രിയപ്പെട്ടവരെ ഹാലലി ആത്മാർത്ഥമായി സ്നേഹിപ്പാനുള്ള മനസ്സ് കൊടുക്കണമേ. എല്ലാ മുൻകോപ സ്വഭാവങ്ങളിൽ നിന്നും എല്ലാവരെയും വിട്ടുവീക്കുമാറാകണമേ. ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇടയാക്കുമാറാകണമേ. പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളോടൊക്കെ മനസ്സലിവ് കാണിക്കണമേ കർത്താവേ. ഒരിക്കലും ചിന്ന ഭിന്നമായിപ്പാൻ സമ്മതിക്കരുതേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നേരിടുന്നതായ എല്ലാ പ്രയാസ പ്രതികൂലത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും നടുവിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തോടെ ജീവിപ്പാനിടയാക്കണമേ കർത്താവേ. ഹാലലുയ. നന്ദി പിതാവ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെയും ഓർക്കുന്നു. മാസന്തിക്കോളം കൂടെയിരിക്കണം. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണം. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹാലലുയ കർത്താവേ. ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണേ. ആരോഗ്യത്തിലും ബലത്തിലും കൃപയിലും നടത്തിക്കൊള്ളുമാറാകണമേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം മധ്യത്തിൽ മയക്കുമരുന്നിൽ കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകണമേ അപ്പാ. അരുതാത്തതിൽ നിന്നും ആരും അകപ്പെട്ടു പോകാൻ അനുവദിക്കാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവേ. ഈ സമയം ഹാലലുയ എൻ്റെ കർത്താവേ, അനേകം നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. അവരെ പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുള്ളിലുള്ളവരുണ്ട്. ആരാലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയമുണ്ട്. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ നിറങ്ങി വന്ന് പ്രവർത്തിക്കുമാറാകണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ ചെയ്തേ മതിയാകൂ. സാക്ഷ്യമുള്ള ജീവിതത്തിനായി ഞങ്ങളെ ഒരുക്കിയേ മതിയാകൂ. സകല പ്രശ്ന പ്രതികൂലത്തിൻ്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതമൊന്നും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കരുതേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടപിശാച് ഹാലലി ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കാണുവാൻ, അതിനെ തകർത്ത് കളയാൻ അനുവദിക്കരുതേ നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലുയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം അവരെ സംരക്ഷിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപജീവന മാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ സകലതും ചെയ്തെടുപ്പാൻ ഓരോ ദിവസവും വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് ജയകരമായി നടത്തിയ മതിയാകുമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവെ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, പ്രത്യാശയോടെ മുൻപോട്ട് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും ക്ഷീണിച്ച് ഹാളിൽ തളർന്നു പോകാൻ അനുവദിക്കല്ലേ കർത്താവെ. ഹാലേലുയ. മുൻപോട്ട് ജീവിപ്പാൻ്റെ കൊണ്ടുള്ള ആത്മധൈര്യം കൊടുത്ത് കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നുള്ള ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് എല്ലാവരെയും പിടിപ്പിക്കണമേ കർത്താവേ. ആ കരുണയുടെ കരമൊന്ന് ചേർത്ത് പിടിക്കണമേ കർത്താവേ. എൻ്റെ സ്വർഗം മനസ്സലിഞ്ഞ് കരുണ കാണിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ രോഗികളെല്ലാം ഈ സമയം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ രോഗികൾക്കെല്ലാം സൗഖ്യം അവിടുന്ന് നൽകിയേ മതിയാകൂ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, അപ്പോൾ യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയുമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ കർത്താവെ സ്തോത്രം, ഭക്ഷിക്കുന്ന ആഹാരം വയറ്റിൽ കർത്താവെ തങ്ങാതെ അപ്പോൾ ഹാലലി അപ്പ പലപ്പോഴും ഹാലലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട്. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിക്കുക. നീ മരുന്നും വൈദ്യനുമായിരുന്നേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾക്ക് ചലനമില്ലാത്തൊരു കർത്താവേ, ആമേൻ. കിടക്കയിലായിരിക്കുന്ന മക്കൾ, വീൽ ചെയറിലായിരിക്കുന്ന മക്കൾ, ആമേൻ. ശരീരത്തിൽ കർത്താവെ ബലമില്ലാതെ ഭാരപ്പെടുന്നവർ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. യൂറിക് ആസിഡ് ക്രിയാറ്റിനുള്ളവരുണ്ട് കർത്താവേ. ശരീരമാസകാലം നീർക്കെട്ടും വേദനയുമുള്ളവരുണ്ടപ്പാ. അപ്പാ നിന്റെ പൊന്നുകരകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മരുന്നും വൈദ്യനുമാപ്പാ. നിന്റെ ഹാലലിയാതിലെ സുഗന്ധക്കൊഴുമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാ. നല്ല ഉറക്കവും ആശ്വാസം അപ്പച്ച കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി. നീയല്ലേ യഹോവേ, നീ നിർഭയം വസിക്കുമാറാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ. കർത്താവേ സ്തോത്രം. എല്ലാ പ്രാർത്ഥന വിശ്വാപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുന്നു. ഈ സമയം യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു. സുരക്ഷിതമായി ചെന്ന് ചേരേണ്ടത് സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മടങ്ങി വന്ന് കാണുവോളും കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പോൾ ഈ സമയം ഹാലലൂയ കർത്താവേ,
കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവർ, ആകാശം കയറി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമാധാനവും സന്തോഷവും കൊണ്ട് എല്ലാ മക്കളെയും നിറച്ച് നടത്തണമേ. സുവിശേഷ വേലക്കാരെ ഓർക്കുന്നു. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഭരണം കാഴ്ചവെക്കുവാൻ, വിശ്വസ്തരായി നിലകൊള്ളുവാൻ, സമാധാനമുള്ളവരായി നിലകൊള്ളുവാൻ സ്വർഗം അവരെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ശത്രു ഞങ്ങളെ കാണരുതേ, ദുഷ്ടപിശാച് ഞങ്ങളെ തുടരുതേ. സകല നന്മകളും അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കണം ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. ദൂരസ്ഥരെയും സമീപസ്ഥരെയും അനാഥരെയും വിധവകളെയും മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാവശ്യം കൊണ്ട് ഏൽപ്പിക്കുകയാണ്. സ്വർഗമെല്ലാവരെയും സംരക്ഷിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന മക്കൾ, മെഡിസിൻ പഠിക്കുന്ന മക്കൾ കർത്താവേ. അപ്പോൾ OET IELTS പഠിക്കുന്ന മക്കൾ കർത്താവേ. പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാം പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സകല കുഞ്ഞുങ്ങളെയും സ്വർഗമെന്ന് അനുഗ്രഹിക്കുമാറാകണം. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. അവർ നന്നായി പഠിക്കണം. നല്ല രീതിയിൽ പരീക്ഷ എഴുതി വലിയ മാർക്കോടെ പാസ്സാകണം. കുഞ്ഞുങ്ങളൊക്കെ ആയിത്തീരേണ്ടുന്ന സ്ഥാനങ്ങളിൽ അവരെ കൊണ്ടുവന്നെത്തിക്കുമാറാകണം. അവരുടെ ലക്ഷ്യം തെറ്റിപ്പാൻ സമ്മതിക്കല്ലേ കർത്താവേ. ദൈവത്തോട് ചേർന്ന് പഠിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.